എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 സെഷൻസിലായിട്ട് തെവനിൻസ് തിയറം നോർട്ടൺസ് തിയറം ഒക്കെ പഠിച്ചായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കോംപ്ലക്സ് സർക്യൂട്ടുകളെ സിമ്പിൾ ആക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഇന്നത്തെ സെഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു സൂപ്പർ പൊസിഷൻ തിയറം പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എവിടെയാണ് ഈ സൂപ്പർ പൊസിഷൻ തിയറം ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അവസരങ്ങളിൽ സപ്പോസ് ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷേ ആ റെസിസ്റ്റൻസിലേക്ക് വരുന്ന വഴിക്ക് പല ഈ പറയുന്ന പോലെ പല സോഴ്സുകൾ കണക്ട് ചെയ്തിട്ടുണ്ട് ആ സർക്യൂട്ടിൽ. ഒരു 5 വോൾട്ടിൻ്റെ സോഴ്സ് ഉണ്ട്, പിന്നെ ഒരു 10 ആംപിയറിൻ്റെ സോഴ്സ് ഉണ്ട്, പിന്നെ ഒരു 7 വോൾട്ട് സോഴ്സ് ഉണ്ട്. അങ്ങനെ പല സോഴ്സുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ഈ 2 ഓമിലൂടെ എന്തായാലും കറണ്ട് ഫ്ലോ ചെയ്യേണ്ടാവും, പക്ഷെ അത് എന്ത് സോഴ്സ് കൊണ്ടുള്ള കറണ്ട് ആണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 ഓം റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുന്നത് ഈ പറയുന്ന എല്ലാ സോഴ്സിൽ നിന്നുള്ള എഫക്റ്റുകൾ കമ്പൈൻ ചെയ്തായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ കമ്പൈൻ ചെയ്ത് ഒഴുകുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അതിൽ കൂടി വരുന്ന കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? അതുമൂലം എങ്ങനെ നമുക്ക് വോൾട്ടേജ് അതിനെ ക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഇതിൻ്റെ പേരാണ് സൂപ്പർ പൊസിഷൻ തിയറം. ഇതാണ് നമ്മളുടെ തിയറം സ്റ്റേറ്റ്മെന്റ്. ദ നെറ്റ് വോൾട്ടേജ് ഡ്രോപ്ഡ് അക്രോസ് ഓർ കറന്റ് ഫ്ലോയിങ് ത്രൂ എ സർക്യൂട്ട് എലമെന്റ്. അതായത് ഒരു സർക്യൂട്ട് എലമെന്റ്, ഫോർ എക്സാമ്പിൾ ദിസ് 2 ഓം. ഈ 2 ഓമിൽ കൂടി ഒഴുകുന്ന കറണ്ട് അല്ലെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ഇൻ എ നെറ്റ്വർക്ക് ഈസ് ഈക്വൽ ടു ആ പറയുന്ന കറണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഓൾജിബ്രൈക് സം ഓഫ് വോൾട്ടേജസ് ഓർ കറൻസ് ഇൻ ദാറ്റ് എലമെന്റ് ഡ്യൂ ടു ഈച്ച് ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഓർ കറന്റ് സോഴ്സസ്. അപ്പോൾ ഇതിൽ കൂടി ഒഴുകുന്ന എഫക്റ്റീവ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഓരോ വോൾട്ടേജ് സോഴ്സും അല്ലെങ്കിൽ ഓരോ കറണ്ട് സോഴ്സും അത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തോരം ഒഴുകുന്നുവോ അതിൻ്റെ ഒരു ഓൾജിബ്രൈക് സമ്മായിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേതിന് എന്ത് ചെയ്യണം? കറണ്ട് സോഴ്സ് ആണെങ്കിൽ നമ്മളതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം, വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമ്മളതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളുടെ ഡെഫിനേഷൻ. അപ്പോൾ സാധാരണഗതിയിൽ ഈ വോൾട്ടേജ് സോഴ്സുകൾക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആണെന്നാണ് പറയുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഷോർട്ട് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ചില കേസുകളിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് നോൺ സീറോ വാല്യൂസ് ഒക്കെ വരാം, 0.001 ഓംസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണോ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇതിന് പകരം അത് ഇടുക. ഇനി ഇപ്പുറത്തെ ഈ 3 ആംപിയർ സോഴ്സിനെയാണ് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ കറണ്ട് സോഴ്സാണ്. കറണ്ട് സോഴ്സ് പൊതുവേ ഭയങ്കര ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അതിന് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഐഡിയലി ഒരു കറണ്ട് സോഴ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ നോക്കിയാൽ വി വിൽ റീപ്ലേസ് ഇറ്റ് വിത്ത് ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി സപ്പോസ് നമ്മുടെ കറണ്ട് സോഴ്സിന് ഒരു ലിമിറ്റഡ് റെസിസ്റ്റൻസ് ഉണ്ടെന്നിരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ 270 മെഗാ ഓം റേഞ്ചിലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അത്രയും ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 3 ആംപിയർ സോഴ്സിന് വരെ ഓപ്പൺ സർക്യൂട്ട് അല്ല ഇടുക, 270 മെഗാ ഓം അങ്ങ് ഇടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, റീപ്ലേസ്ഡ് ബൈ ദെയർ ഇന്റേണൽ റെസിസ്റ്റൻസസ്. അപ്പോൾ ഈ കാര്യം നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം, ഈ 5 വോൾട്ട് സോഴ്സിന് പകരം ഇന്റേണൽ ഈ വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ സോഴ്സുകൾക്ക് പകരം അതിൻ്റെ ഇന്റേണൽ ഇമ്പിഡൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നുള്ള കാര്യം തെവനിനും നോർട്ടണും ആപ്ലിക്കബിൾ ആണ്. ഞാൻ അന്നേരം സിംപ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞില്ല എന്നുള്ളൂ. അപ്പോൾ ഈ ഇന്റേണൽ ഇമ്പിഡൻസ് വെച്ചാണ് നമ്മൾ ശരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. വോൾട്ടേജ് സോഴ്സിനെ ഐഡിയലി അതിൻ്റെ ഇന്റേണൽ ഇമ്പിഡൻസ് 0 ആയതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തത്. കറണ്ട് സോഴ്സിന് ഐഡിയലി അതിൻ്റെ ഇന്റേണൽ ഇമ്പിഡൻസ് ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ് ഇതിന് പകരം നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ഇട്ടത്. അത്രേ ഉള്ളൂ, സോ സിമ്പിൾ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് തന്നെ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇതിൽ കൂടി മൊത്തത്തിൽ ഇവർ രണ്ടുപേരും കൊണ്ട് ഉണ്ടാവുന്ന ആകത്തുക എന്തോരം കറണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ കറണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് ദാറ്റ് കറണ്ട് ഇൻ ടു ദിസ് റെസിസ്റ്റൻസ് വിൽ ഗീവ് യു ദ വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു ഫൈൻഡ് ദ എഫക്റ്റ് ഡ്യൂ ടു വൺ സോഴ്സ്. ഒരു സോഴ്സ് കൊണ്ടുള്ള എഫക്റ്റ് കണ്ടുപിടിക്കണം. ശരി, നമുക്ക് 5 വോൾട്ട് സോഴ്സ് കൊണ്ടുള്ള എഫക്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ 5 വോൾട്ട് സോഴ്സ് കൊണ്ടുള്ള എഫക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ മറ്റേ സോഴ്സ്, അതായത് 3 ആംപിയർ സോഴ്സ്, ഇപ്പുറത്ത് കാണുന്ന 3 ആംപിയർ സോഴ്സിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് വെക്കണം. അതിനാണ് ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ശരി, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കറണ്ട് വന്നിട്ട് ഇവിടെ വെച്ച് സ്പ്ലിറ്റായി 2 വഴിക്ക് പോകും. ഈ വഴിക്ക് പോകുമോ? ഇല്ല. കാരണം എന്താണ്? ഇടയ്ക്ക് വെച്ച് ബ്ലോക്കാണ്. അപ്പോൾ അതിലേ പോകില്ല. അപ്പോൾ ഇവിടെ വരുന്ന കറണ്ട് എല്ലാം കൂടി ഇടിച്ച് കത്തിച്ച് ഇതിലേ വരും. അപ്പോൾ എന്താണ് ആ കറണ്ട്? തീർച്ചയായിട്ടും 5 വോൾട്ടിൽ നിന്ന് വരുന്ന എൻറ്റയർ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് ബ്രാഞ്ച് 2 ഓം. നത്തിങ് ഈസ് ഗോയിങ് ടു ഫ്ലോ ത്രൂ 3 ഓം. അതുകൊണ്ട് തന്നെ ദ കറണ്ട് ഫ്ലോ ഗെറ്റിംഗ് ഔട്ട് വിൽ ബി ഈക്വൽ ടു ദ കറണ്ട് ദാറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ 2 ഓം. അത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് കണ്ടുപിടിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദിസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് 1 + 2, സോ ദാറ്റ് ഈസ് ടോട്ടൽ 3 ഓം.
അപ്പോൾ നമ്മൾ എഴുതുക 5 വോൾട്ട് ഡിവൈഡഡ് ബൈ 3 ഓം, അതാണ് നമ്മളുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. സോ വി ആർ ഗോയിങ് ടു റീപ്ലേസ് ദിസ്. ഈ സാധനത്തെ നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യും? 5 വോൾട്ട് സോഴ്സിനെ നമ്മൾ ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് വെച്ച് 5 വോൾട്ട് സോഴ്സിനെ നമ്മളിവിടെ വെച്ചിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ ഡാഷ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. എന്താണ് ആർ ഡാഷ്? 1+2 ഈ കേസിൽ. കാരണം എന്താണ്? നമുക്ക് മറ്റേ 3 ഓമിലോട്ട് കറണ്ട് ഒഴുകില്ല, അതുകൊണ്ട് 3 ഓം 1+2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഓം ആണ് നമ്മളുടെ എന്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ വ്യൂഡ് ഫ്രം ദ 5 വോൾട്ട് സോഴ്സ്. 5 വോൾട്ട് സോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ 1+2 ആണ് അത് കാണുന്നത്. 1+2 ദാറ്റ് ഈസ് ടോട്ടലി 3 ഓം ആയിട്ടാണ് കാണുക. മറ്റേ 3 ഓമിന് ഇത് കാണൂല. ഈ കാണുന്ന 3 ഓമിന് ഇതിന് ഫീൽ ചെയ്യില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ടഡ് ബ്രാഞ്ച്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടി. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ കറണ്ട് അറിയാൻ പറ്റും അല്ലേ? കറണ്ട് എത്രയാണ്? ദാറ്റ് കറണ്ട് ഈസ് I ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ ആ കറണ്ട് എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു സംതിങ് അല്ലേ? അത് തന്നെയാണ് നമ്മുടെ നോർട്ടൺസ് നമ്മുടെ ആദ്യത്തെ കറണ്ട്. എന്താണ്? 5 വോൾട്ട് സോഴ്സ് കൊണ്ടുള്ള കറണ്ട്. വി ക്യാൻ ഡിനോട്ട് ദാറ്റ് കറണ്ട് ബൈ I5 വോൾട്ട് എന്ന് വിളിച്ചിട്ട് നമുക്ക് കറണ്ടിനെ ഡിനോട്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് കറണ്ട് ഈസ് ഈക്വൽ ടു I, ആൻഡ് ദാറ്റ് വാസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 3 അല്ലേ? 5 ഡിവൈഡഡ് ബൈ 3 നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും? ആൻഡ് ദാറ്റ് ഈസ് 1.67 ഓംസ്. ഇത് കിട്ടി. ശരി, അപ്പോൾ ഇതാണ് നമ്മളുടെ 1.67 ആംബിയർ. അപ്പോൾ ഇതാണ് നമ്മളുടെ കറണ്ട് ഡ്യൂ ടു 5 വോൾട്ട് സോഴ്സ്. അപ്പോൾ 5 വോൾട്ട് സോഴ്സ് കൊണ്ടുള്ള കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു സക്സസ്ഫുള്ളി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ 3 ആംബിയർ സോഴ്സ് കൊണ്ടുള്ള കറണ്ട് കൂടി കണ്ടുപിടിക്കണം. 2 ഓമിലോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കണം. ശരി, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിനകത്ത് നമ്മൾ 5 വോൾട്ട് സോഴ്സിന് പകരം ഷോർട്ട് സർക്യൂട്ട് റീപ്ലേസ് ചെയ്യും. ഇനി 3 ആംബിയർ സോഴ്സ് അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ അടുത്ത സർക്യൂട്ട് എടുക്കും. ഇവിടെ ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഇതങ്ങ് ചെയ്താൽ മാത്രം മതി. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 ആംബിയർ കറണ്ട് ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട് അല്ലേ? റിഗാർഡ്ലെസ് ഓഫ് വാട്ട് എവർ ഈസ് കണക്റ്റഡ് ഹിയർ 3 ആംബിയർ കറണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് ഇവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. നമുക്ക് വേണം എന്താണ്? 2 ഓമിലൂടെ ഒഴുകുന്ന കറണ്ടാണ്. യു ക്യാൻ അപ്ലൈ ദ ലോ ഓഫ് കറണ്ട് ഡിവിഷൻ ഹിയർ. കറണ്ട് ഡിവിഷൻ ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും യു ക്യാൻ സേ ദ കറണ്ട് ഡ്യൂ ടു 3 ആംബിയർ സോഴ്സ് വിൽ ബി ഈക്വൽ ടു എന്താണ്? ഇങ്ങോട്ട് വരുന്ന കറണ്ട്, ഇങ്ങോട്ടും വരുന്നുണ്ട് കറണ്ട് അല്ലേ? ഇങ്ങോട്ട് പോകുന്ന കറണ്ട്, ഇങ്ങോട്ട് പോകുന്ന കറണ്ട്, വരുന്ന കറണ്ടിനെ സ്പ്ലിറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ മെയിൻ കറണ്ട് ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് 3 ആംബിയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 1 and 2. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ഇത് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദി അതർ ബ്രാഞ്ച്. ഇതാണ് അവർ ബ്രാഞ്ച്, ഇതാണ് അതർ ബ്രാഞ്ച്. അപ്പോൾ അതുകൊണ്ട് റെസിസ്റ്റൻസ് ഓഫ് ദി അതർ ബ്രാഞ്ച് എന്ന് പറയുമ്പോഴേക്കും 1 ഓം. അപ്പോൾ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ശരി, നമുക്കൊന്ന് എഴുതി നോക്കാം. സോ 3 ഡിവൈഡഡ് ബൈ മെയിൻ കറണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് into resistance of the other branch, which is equal to 3 by 3 into 1, which is equal to 1 ampere. ഇതാണ് നമ്മളുടെ കറണ്ട് ഡ്യൂ ടു 3 ആംബിയർ സോഴ്സ്. 1 ആംബിയർ കറണ്ടാണ് 2 ഓമിലൂടെ പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് ബാക്കി ചെയ്യേണ്ടത്? ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ് ഉണ്ട്. എന്താണ്? അപ്ലൈ ദ സൂപ്പർപൊസിഷൻ തിയറം. അതായത് നമ്മൾ ഡയറക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഈ പറയുന്ന കറണ്ട് ഇങ്ങോട്ട് ഒഴുകിയിട്ട് ഇതിൽ കൂടി ഇങ്ങനെയാണ് പോണത് അല്ലേ? ഇനി തൊട്ട് മുന്നേ ഉള്ള 5 വോൾട്ട് സോഴ്സ് കൊണ്ടുള്ള ഡയറക്ഷൻ എന്താണ്? ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒഴുകും അല്ലേ? അപ്പോൾ രണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് യു ക്യാൻ ജസ്റ്റ് സമ്മിറ്റ് അപ്പ്, ഓൾജിബ്രൈക്കലി സം ചെയ്തെടുക്കാൻ പറ്റും. സോ I5 വോൾട്ട് പ്ലസ് I3 വോൾട്ട് വിൽ ഗീവ് യു 3 ആംബിയർ വിൽ ഗീവ് യു ദ ടോട്ടൽ കറണ്ട് ത്രൂ ദിസ് system, this 2 ohm resistance. So the current through this 2 ohm resistance, 2 ohm resistance is equal to I current due to 5 volt source plus the current due to 3 amperes source. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി കൂട്ടി വെക്കാണ്. 5 വോൾട്ട് സോഴ്സ് കൊണ്ടുള്ള 1.67 ആംബിയർ പ്ലസ് 1 ആംബിയർ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.67 ആംബിയർ ആണ് മൊത്തം രണ്ട് ഇതും കൂടി ചേർന്നിട്ട് വരുമ്പോഴത്തേക്കും ഇതിൽ കൂടി ഒഴുകുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ അകത്ത് ഇവിടെ ഒഴുകുന്നത് 2.67 ആംബിയർ ആണ്. അപ്പോൾ മൊത്തം 2.67 ആംബിയർ ഒഴുകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ്? ദിസ് റെസിസ്റ്റൻസ് ഇൻറ്റു ദിസ് കറണ്ട് അല്ലേ? സോ ദാറ്റ് വോൾട്ടേജ് അക്രോസ് ദ 2 ohm source is I2 ohm times 2, which is equal to 2.67
ടൈംസ് 2 14 13 5 5.34 വോൾട്ട്സ്. ഇതാണ് നമ്മളുടെ ഇത് ശരിയല്ലേ? 14 12 13 ഓക്കെ, അതെ ശരിയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോട്ടൽ വോൾട്ടേജ്, മൊത്തം എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന എഫക്റ്റീവ് വോൾട്ടേജും എഫക്റ്റീവ് കറൻറ്റും ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ തിരിഞ്ഞു പോയിരുന്നെങ്കിൽ, സപ്പോസ് ഈ കറണ്ടിൻ്റെ ഈ ആരോ കാണിച്ചൊക്കെ തിരിഞ്ഞായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണ്? നമ്മളുടെ ഈ പറയുന്ന ആരോ എല്ലാം തിരിയും. അങ്ങനെ തിരിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. 5 വോൾട്ട് സോഴ്സിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ്. പക്ഷേ 3 ആംപിയർ സോഴ്സിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നേരെ ഇങ്ങോട്ടായിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ തിരിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ രണ്ടുപേരും ഒരു എന്താണ് കസേര പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളണ പോലെ ഇരിക്കും. അപ്പോൾ ആരുടെ കറണ്ടാണ് കൂടുതൽ? അപ്പോൾ എഫക്റ്റീവ്ലി ഈ 5 വോൾട്ട് മൈനസ് 3 ആംപിയർ നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ 1.67 മൈനസ് 1 എന്ന് വന്നേനെ. അപ്പോൾ അങ്ങനെ വരും നമ്മളുടെ എന്താണ് കറണ്ടിൻ്റെ എഫക്റ്റീവ് കറണ്ട് എന്ന് പറയുന്നത്. ഓൾജിബ്രൈക്ക് സം ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഈ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ 5 വോൾട്ടാണ് തിരിയണമെങ്കിൽ അതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ തിരിഞ്ഞായിരിക്കും വരിക, 3 ആംപിയറിന് ഒപ്പോസ് ചെയ്തായിരിക്കും വരിക. അപ്പോൾ എങ്ങനെയാണോ കറണ്ടിൻ്റെ ഡയറക്ഷൻ, നമ്മുടെ ഡിവൈസിലുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കണം ഓരോ സോഴ്സ് കൊണ്ടുള്ള. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ട് വേണം ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ ഒന്നിൽ നിന്നും എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ സൂപ്പർ പൊസിഷൻ തിയറം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൂപ്പർ പൊസിഷൻ തിയറം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നേരത്തെ എപ്പോഴും പറയാനുള്ള പോലെ ആ കമൻറ്റ് ബോക്സ് അവിടെ വെറുതെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് കമൻറ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം, നേരിട്ട് എന്നോട് സംസാരിക്കാം, കോൾ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തായാലും സംശയങ്ങൾ മാറിക്കിട്ടണം. പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്യണം. സൂപ്പർ പൊസിഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിണിഞ്ഞ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ കോൺഫിഡൻ്റ് ആയിട്ട്. അപ്പോൾ അതും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ കാര്യം ഞാൻ വീണ്ടും മെൻഷൻ ചെയ്യുകയാണ്. അപ്പോൾ എനിവേ നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ വരുന്നത് വരേക്കും. അതുവരേക്കും ബൈ, സി യു.